എങ്ങും പുതിയ പരീക്ഷണങ്ങൾ, എങ്ങും അതിൻ്റെ വിജയാഘോഷങ്ങൾ. രാജ്യസ്നേഹികൾക്ക് ഒട്ടനവധി സന്തോഷകരമായ വാർത്തകളാണ് നമ്മുടെ രാജ്യത്തിന്റെ സൈഡിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നേരെ വാർത്തയിലേക്ക് വരാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ പൈലറ്റിന്റെ സീറ്റിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു അപകടമുണ്ടായാൽ പൈലറ്റിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ആ സീറ്റ് ഇളകി മാറുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് ഇജക്ഷൻ മെക്കാനിസം എന്നാണ് പറയുന്നത്. നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ സീറ്റിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപകടം മുന്നിൽ കാണുന്ന സമയത്ത് പൈലറ്റിന് ഇജക്ഷൻ സ്വിച്ച് അമർത്തിയാൽ പൈലറ്റിന്റെ സീറ്റ് അടന്നു മാറി പാരച്യൂട്ടിന്റെ സഹായത്തോടെ പൈലറ്റിനെ സേഫ് ആയിട്ട് താഴേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുമെന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO ഛത്തീസ്ഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിലെ റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലൈഡ് സൗകര്യത്തിൽ ഒരു യുദ്ധവിമാന എസ്കേപ്പ് സിസ്റ്റത്തിന്റെ വിജയകരമായ അതിവേഗ റോക്കറ്റ് സ്ലൈഡ് പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ഈ ഒരു നീക്കത്തിൽ ഫ്രണ്ട് ലൈൻ യുദ്ധവിമാനങ്ങൾക്ക് സമാനമായി മണിക്കൂറിൽ 800 കിലോമീറ്റർ വേഗതയിലാണ് പരീക്ഷണം നടന്നത്. ഒരുപാട് രാജ്യങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഇൻ ഹൗസ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി. എന്നാൽ ലോകത്തിലെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രമുള്ള ഈ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തിനുണ്ടെന്നത് അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു അടിയന്തര സാഹചര്യത്തിൽ പൈലറ്റിന് വിമാനത്തിന്റെ പുറത്ത് കടന്ന് രക്ഷപ്പെടണമെങ്കിൽ പ്രധാനമായും 3 ഘടകങ്ങൾ കണക്കാക്കേണ്ടതുണ്ട്. സീറ്റിന് മുകളിലുള്ള പാളി വേർപെടുത്തൽ, അതുപോലെ തന്നെ ഇജക്ഷൻ സീക്വൻസിംഗ്, പൂർണ്ണമായ എയർക്രൂ വീണ്ടെടുക്കൽ. ഇതിൽ പ്രധാനമായ ഒരു ഘട്ടമാണ് ആദ്യത്തേത്. പൈലറ്റ് സീറ്റിന് മുകളിലുള്ള മേൽപ്പാളി വേർപെടുത്തൽ ഒരു ഫ്രാഗിലൈസേഷൻ പാറ്റേൺ ഉപയോഗിച്ച് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ കോക്പിറ്റ് മേലാപ്പ് തകർക്കുന്നു. ഇത് ഇജക്ഷന് വ്യക്തമായ വഴി സൃഷ്ടിച്ചു കൊടുക്കുന്നു. ഇജക്ഷൻ സീക്വൻസിംഗ് പൈലറ്റിന്റെ സീറ്റ് കൃത്യമായ ക്രമത്തിൽ റോക്കറ്റുകൾ വിന്യസിക്കുന്നതിന് ഉറപ്പാക്കുന്നു. അതായത് വളരെ വേഗത്തിലാണ് പൈലറ്റിനെയും കൊണ്ട് വിമാനത്തിന്റെ സീറ്റ് പുറത്തേക്ക് അടർന്ന് തെറിക്കുന്നത്. ഒരു ചെറിയ സമയതാമസം വന്നാൽ പോലും പൈലറ്റിന്റെ ജീവൻ അപകടത്തിലാക്കിയേക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനത്തിനിടയിൽ ഓരോ മില്ലി സെക്കൻഡ് പോലും ഒരു ജീവന്റെ തന്നെ വിലയുള്ളതാണ്. ഓൺ ബോർഡ് ഗ്രൗണ്ട് ഇമേജിംഗ് വഴി രേഖപ്പെടുത്തിയ ഡേറ്റ ഉപയോഗിച്ച ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥരും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസിനും പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു. ഇനി എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വികസനം എന്നത് പറഞ്ഞുതരാം. തേജസ് പോലുള്ള തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾക്കുള്ള പൈലറ്റ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ രാജ്യത്തിന്റെ ഈ ഒരു നീക്കം. ഇന്ത്യയുടെ പ്രതിരോധത്തിൽ സ്വാശ്രയ മുന്നേറ്റത്തിനിടയിൽ വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇത് സഹായകമാകുമെന്നതാണ്.